ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദുവാണ്. കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. നമുക്ക് അറിയാമല്ലോ, പല കാര്യങ്ങളിലായിട്ടാണ്. ഞാൻ ഇന്ന് ആക്ച്വലി ഞാൻ എന്താ ഒരു വീഡിയോ ഇടുക എന്നിങ്ങനെ ഒത്തിരി ആലോചിച്ചു. പെട്ടെന്ന് ഞാൻ ആക്ച്വലി ലിപ് ബാം കുറച്ചും കൂടെ നല്ലൊരു വേർഷനിൽ ഇറക്കണതിൻ്റെ ഒരു തിരക്കിലാണ്. ലിപ് ബാം നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഇന്ന് കൈക്കുടത്ത് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പോകും. എൻ്റെ മോൾക്ക് ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് അലർജി കഫായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, ഒരു അലർജി കഫും ഒരു വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും അല്ലേ. ഭയങ്കര ക്ഷീണമാണ്. കുറേ ദിവസം നല്ലോണം ഫുഡൊന്നും കഴിക്കാത്ത കാരണം ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവിടെ ഇങ്ങനെ ഒരു ആയുർവേദ ഷോപ്പിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ കുറേ കർക്കിടക കഞ്ഞി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കണ കണ്ടു. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. ഞാൻ വിചാരിച്ചു അത് നല്ലൊരു കാര്യമാണ്. കാര്യം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ ഒരു കൊളീഗ്, അവർ ആക്ച്വലി ഈ കർക്കിടക മാസം ഒരു മാസം ഫുൾ അവർ ലീവ് എടുക്കുന്നതായിട്ട് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, അതെന്താ ഒരു മാസം അങ്ങനെ ലീവ് എടുക്കണേ? അപ്പം അവർ ആക്ച്വലി അവരുടെ ട്രഡീഷണൽ ഇതാണ്. അവർ ആ ഒരു മാസം അവർ വേറെ ഒരു കാര്യവും ചെയ്യത്തില്ല. അവർ ഫുൾ അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. ഇതിന് ആക്ച്വലി ഒരു മതത്തിൻ്റെ ഒരു ഭാഗമല്ല. ആക്ച്വലി എന്നാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ മെഡിക്കൽ സൈഡ് നോക്കിയാൽ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ബോഡി കുറച്ച് വീക്കായിരിക്കും. നമുക്ക് കുറച്ച് ഡൈജഷനൊക്കെ ഇഷ്യൂസ് വരുന്നൊരു സമയമാണ്. നമുക്കറിയാം, ഭയങ്കര മഴയാണ്, തോരാത്ത മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പം ഒരുപാട് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ്, വൈറൽ ഫീവർ, വൈറൽ കഫ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ കെയർ ഈ സമയത്ത് നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുത്താൽ എന്താ പറയുക, നമുക്ക് അടുത്ത നെക്സ്റ്റ് അവർ പറഞ്ഞ ഒരു കാര്യം അമ്മ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ ആ ഒരു മാസം ഫുൾ തേച്ചുകുളി, ഒരു പ്രത്യേക രീതിയിലുള്ള ഫുഡായിരിക്കും അവർ കഴിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ പത്തായപ്പുരയിലൊക്കെ നെല്ല് എല്ലാവർക്കും കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ നെല്ല് അവർ കൂട്ടി വെച്ച് കുറേ നാളുകൾ ഈ പത്തായത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞുള്ള നെല്ല് എടുത്തിട്ടാണ് അവർ കുത്തിരി ഉണ്ടാക്കി ചോറ് കഴിക്കണേ. അപ്പോൾ അങ്ങനെ കഴിക്കണ അരിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. മീൻസ് പെട്ടെന്ന് ആ അരി ഡൈജസ്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു അറിയാം, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ചെമ്പാവരിയാണല്ലോ. മെജോറിറ്റി ഓഫ് ആൾക്കാരും മട്ട റൈസ്, അല്ലെങ്കിൽ അതിൻ്റെ റെഡോ, അതിൻ്റെ വടിയരി, മട്ട റൈസ്, അങ്ങനത്തെ ഒക്കെ റൈസാണ്. ഇപ്പോഴാണ് എല്ലാവരും ഡയറ്റൊക്കെ വന്നിട്ട് ഇപ്പം പല മില്ലറ്റ്സിലേക്കും അങ്ങോട്ടേക്കൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മലയാളികൾ കഴിക്കുന്നത് ആ ചുവന്ന റൈസ് തന്നെയാണ്. സദ്യക്കൊക്കെ മെയിനായിട്ട് ഈ ചുവന്ന റൈസാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരങ്ങനെ വെച്ചിട്ട് കുറേ വർഷങ്ങൾ ഇരുന്ന അരിയാണ് അവരെടുത്ത് യൂസ് ചെയ്ത് കഞ്ഞി ഉണ്ടാക്കുക, ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ മീൻസ് കുറേ മരുന്നുകൾ ചേർത്തിട്ടുള്ള 10 ഇലകൾ വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കി, പല കൂട്ടം മരുന്നുകൾ ചേർത്തിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കി. നവരത്ന അരിയില്ലേ, അത് ആണ് ഉണ്ടാക്കി കഞ്ഞി വെച്ചിട്ട് ആ കൂട്ട് വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഞാൻ ആ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. കഞ്ഞി ഉണ്ടാക്കി ആ പൊടി അതിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും അത് കഴിക്കാം. വളരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പം മെയിനായിട്ടും ഈ കർക്കിടക മാസത്തിൽ മെയിനായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മാസത്തെക്കാളും ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എടുക്കുന്ന കെയർ, ബോഡിക്ക് കൊടുക്കുന്ന കെയർ അനുസരിച്ചായിരിക്കും അടുത്ത ഒരു വർഷത്തേക്ക്, അത് അവർ പറഞ്ഞ കാര്യമാണ്, അടുത്ത ഒരു വർഷത്തേക്കുള്ള ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയറാണ്. ബോഡി കംപ്ലീറ്റ്, നമ്മുടെ മൈൻഡിന്, നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഫുൾ കെയറാണ് അവർ ഈ മാസത്തിൽ കൊടുക്കുന്നത്. തേച്ചുകുളിയുണ്ട്, അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ മരുന്ന് കൂട്ടിയിട്ടുള്ള കഞ്ഞിയുണ്ട്, പലതരം ഇലകൾ, 10 തരം ഇലകൾ ചേർത്ത് നമ്മുടെ പാടത്തും പറമ്പത്തുള്ള ഇലകൾ ചേർത്തിട്ടുള്ള തോരൻ ഉണ്ടാക്കി കഴിക്കും. പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ നാടൻ ഒരു ഫുഡാണ്. ആക്ച്വലി നമ്മളിവിടെ പല ആയുർവേദിക് റിസോർട്ട്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോറിനേഴ്സ് വന്നിട്ട് ഇതൊക്കെ
കഴിക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ ആക്ച്വലി പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും തിരക്കാണ്, ഒന്നിനും സമയമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു മാസം നമ്മൾ നല്ല കെയർ എടുക്കുക. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇങ്ങനെ ഒരു വൈറൽ ഫീവറും അവൾക്ക് അലർജി കഫായിട്ട് മെഡിസിൻ കഴിച്ച് ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ബോഡി ഭയങ്കര വീക്കായിട്ടിരിക്കുക. അപ്പോൾ അവൾക്ക് ഞാൻ ഈ കൂട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കൂട്ട് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാം. അപ്പം ഇതിനകത്ത് മെയിനായിട്ടും പറയാനുള്ള തേച്ചുകുളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേച്ചുകുളി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ നമ്മുടെ കുറേ ആയുർവേദ മരുന്ന് ഉണ്ടാക്കി എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ എണ്ണ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി, മെയിനായിട്ടും നമ്മൾ 2 നേരം കുളിക്കണം എന്നാണ് പൂർവാചാര്യന്മാർ പറഞ്ഞേക്കണേ. രാവിലെയും വൈകുന്നേരവും, എല്ലാവരും രാവിലെയും വൈകുന്നേരം കുളിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ അതിനൊരു സമയം അവർ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കണ സമയം എപ്പോഴും ഒരു രാവിലെ 7 മണി ആ സമയത്തായിരിക്കണം കുളി രാവിലത്തെ കുളി. വൈകുന്നേരം ആ 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിരിക്കണം നമ്മൾ കുളിക്കേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്തിന് നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവരുടെ നല്ല അറിവുകൾ നമ്മുടെ ലൈഫിൽ ഇനി നമ്മുടെ ലൈഫിൽ നമ്മുടെ ആ പഴമ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവന്ന, നമുക്ക് ഈ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ആഹാര രീതി കൊണ്ടുവന്ന പല അസുഖങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ ആ തേച്ചുകുളിയിൽ ആ എണ്ണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുത്ത് കുറേ പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എണ്ണ നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങിക്കുകയോ അല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കി തേക്കുകയോ ചെയ്യുക. അങ്ങനെ ഒരു എണ്ണ തേച്ച് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിന്നിൽ, കാര്യം ഈ ടൈമുകളിൽ സ്കിന്നിന് നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ സ്കിന്നിൽ നമ്മൾ ഒരിക്കലും ഈ എണ്ണ ഇട്ടിട്ട് സോപ്പ് തേക്കരുത്. ഒന്ന് ചൂടാക്കി ഈ എണ്ണ, മരുന്ന് കൂട്ടിട്ട എണ്ണ, ബ്യൂട്ടി ഓയിൽ എന്നാണ് ഞാൻ അതിനകത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നത്. കാര്യം നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ ബോഡി സ്കിന്നിനും ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ തോളുവേദന, ജോയിൻറ്റ്സ് പെയിന്, നമുക്ക് ഉളുക്ക്, നമുക്ക് നടുവേദന, നടുവിനൊക്കെ പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി തരുന്ന ബ്യൂട്ടി ഓയിൽ ഫുള്ളി നിങ്ങൾക്കത് ഭയങ്കര ഹീലിംഗ് തരും, ഭയങ്കര ആശ്വാസം തരും. ഉപയോഗിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടാണെന്നാണ് അവർ പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞായിരുന്നു 100 ml ബോട്ടിൽ, ഇറ്റ്സ് 500 rupees. സോ എനി ടൈം യു ക്യാൻ ഓർഡർ ഇറ്റ്. എപ്പോൾ വേണം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, അത് സ്റ്റോക്കാണ്. നിങ്ങളത് പറയുമ്പോൾ ഇനിയും ഞാൻ ഉണ്ടാക്കി തരാം. കൂട്ടന്ന് വാങ്ങിയത് കുറച്ചും കൂടി ഉണ്ട്, ബാക്കി കുറേ ആൾക്കാരത് വാങ്ങിയായിരുന്നു, അവർക്കെല്ലാം നല്ല യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ കുളി ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഈ സമയങ്ങളിലാണ് നമ്മൾ കുളിക്കേണ്ടത്. പിന്നെ വെള്ളം ചൂടാക്കിയാണ് നമ്മൾ കുളിക്കുന്നത്. ആ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ വേപ്പില, തുളസിയില ഒക്കെ, പിന്നെ ഒരു തരം ഇലയാണ്, അതൊരു ലൈറ്റ് ബ്ലൂയിഷ് കളറുള്ള ഒരു ഇലയാണ്, ഞെരിഞ്ഞിൽ നിന്നാണ് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇലയും കൂടെ ഇട്ട് കുളിക്കുവാണെങ്കിൽ നമുക്ക് ബോഡി പെയിന്, ഉളുക്ക്, നമ്മുടെ ബോഡിയുടെ അസ്വസ്ഥത, ഇപ്പം നമുക്ക് നേരെ കുനിയാൻ പറ്റുന്നില്ല, കൈ നേരെ പൊക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർക്ക് ആ എണ്ണ തേച്ച് കുളിക്കുന്നത്. നമുക്ക് പൊതുവേ നമ്മളിപ്പോൾ ഏത് കാറ്റഗറി, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ളവരാണോ, കുട്ടികൾക്കാണോ, വലിയവർക്കാണോ, ആർക്ക് വേണമെങ്കിലും ഈ എണ്ണ യൂസ് ചെയ്യാം. ഇതെല്ലാം ആയുർവേദ മരുന്ന് കൂട്ടുകൊണ്ടുണ്ടാക്കിയ ബ്യൂട്ടി ഓയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലമുടിയിൽ നമ്മുടെ ഇൻഡൂസ് ഹെർബൽ ഹെയർ ഓയിൽ തേച്ച്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെറുതായിട്ട് ചൂടാക്കി, ഇതിന് വണ്ടർഫുൾ റിസൾട്ടാണ് ഓരോരുത്തരും ഈ എണ്ണ വാങ്ങിയവർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇപ്പോഴത്തെ കോക്കനട്ട് ഓയിലിൻ്റെ വില ഇപ്പോൾ 530 ആയിരിക്കുവാണ്. നമുക്കാണെങ്കിൽ ഈ എണ്ണ ഇത്രയും ക്വാളിറ്റി ഇതിനകത്ത് വരുന്നത് നമ്മൾ ഉരുക്കിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ എണ്ണയ്ക്ക് ഇത്രയും ഗുണം. ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കം കിട്ടുന്നുണ്ട്, താരം മാറി, സ്കാൽപ്പിൻ്റെ ഇച്ചിങ് ഇഷ്യൂ മാറി, മുടി കൊഴിച്ചിൽ മാറി, മുടി നല്ലതായിട്ട് കറക്കുന്നുണ്ട്, മുടി നല്ലതായിട്ട് വളരുന്നുണ്ട് എന്നൊക്കെ റിസൾട്ട് കിട്ടിയ ഒരു ഓയിലായിരുന്നു നമ്മുടെ ഇൻഡു നാച്ചുറൽ ഹെർബൽ ഹെയർ ഓയിൽ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു മോർ ദാൻ 24 ഹെർബ്സ് ചേർത്തിട്ടുള്ള ഓയിലാണ്.
ഇപ്പോൾ ഈ ഓഗസ്റ്റ് വരെ എന്തായാലും ഈ 550 തന്നെ പോവും. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കുറച്ച് കൂട്ടും. കാര്യം ഇതിപ്പം നമുക്ക് ഈ എണ്ണ വിൽക്കാതിരിക്കാനും പറ്റില്ല. കാര്യം ഒത്തിരി പേര് ഈ എണ്ണ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഓഗസ്റ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊരു എമൗണ്ടും കൂടെ വില കൂട്ടിയിട്ട് എന്താ പറയുക, ഈ എണ്ണയ്ക്ക് അത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇനി എല്ലാവരും ഓർഡർ ചെയ്തോളൂ. ഇപ്പോൾ കുറേ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് ഒരു 30th മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രൈസിന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എണ്ണ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി സ്കാൽപ്പ് മുടിയിൽ നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞോളൂ, നമ്മുടെ ഹെർബൽ ഷാമ്പു വെച്ച് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താളിപ്പൊടിയോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ വാങ്ങിയ എന്താ പറയുക, കർക്കിടക പൊടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് അവരവരുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന്, മീൻസ് എനിക്കും മോള് ഞങ്ങൾ രണ്ടുപേരും ആണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ആദ്യത്തേത് വേണ്ടത് നവരരിയാണ്. നവരരി നമുക്കറിയാം, ഇറ്റ്സ് വെരി, നമ്മളിപ്പം നവരയും കോലരൊക്കെ ഇട്ട് മുഖത്തിടും, നല്ലതാണ്. മുഖത്തെ എല്ലാ പാടുകളും മാറും, ഫേസ് നല്ല ഗ്ലോ ആവാനും. നവര വെരി എന്താ പറയുക, ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും വളരെ പണ്ട് തൊട്ടേ ആചാര്യന്മാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നവരരി. സോ നവരരി ഏറ്റവും നല്ലതാണ്, നമ്മുടെ സ്കിൻ കെയറിനും നല്ലതാണ്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും നല്ലതാണ്. അപ്പം നവരരി 1 കപ്പ് എടുക്കുക. പിന്നെ കറുത്ത എള്ള്, ഈ നവരരി വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലോണം കഴുകി ഉണക്കിയെടുക്കണം. ഉണക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നവരരി 1 കപ്പ് എടുക്കുക. കറുത്ത എള്ള് 2 കപ്പ് എടുക്കണം. ഈ എള്ളിൻ്റെ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് പൊടി കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം കഴുകി ഉണക്കി നമ്മൾ അങ്ങനെ വാങ്ങുക, കഴുകുക, ഉണക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ നവരരി 1 കപ്പ്, കറുത്ത എള്ള് 2 കപ്പ്, മുതിര 1/2 കപ്പ്. മുതിര വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അതുപോലെ അതിനകത്ത് നിറച്ച് ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ റാഗി അല്ലേ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി കൊച്ചു കുഞ്ഞുങ്ങൾക്കല്ല, വലിയവർക്കും ഈവൻ ഷുഗർ പേഷ്യൻസിനും ഒക്കെ ഈ റാഗി വളരെ നല്ലതാണ്. അപ്പോൾ റാഗി നമ്മൾ 1 കപ്പ് എടുക്കണം. അതിനകത്ത് റാഗിക്കകത്ത് റിച്ച് ഇൻ കാൽഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമുക്ക് റാഗി നല്ലതാണ്. പിന്നെ മട്ട അവൽ പലവിധം നമ്മൾ കടയിൽ പോകുമ്പോൾ കാണും. വെള്ള അവലും കാണും, മട്ട റൈസിൻ്റെ അവലും കാണും അല്ലേ. അതിൽ മട്ട റൈസിൻ്റെ ചെമ്പ വെച്ചിട്ടുള്ള അവലാണ് നമ്മൾ വാങ്ങേണ്ടത്. അത് 2.5 കപ്പ് വേണം. ഓക്കെ, പിന്നെ 1 കപ്പ് ബദാം, 1 കപ്പ് കപ്പലണ്ടി വേണം, 1 കപ്പ് കാഷ്യൂനട്ട് വേണം. പിന്നെ മുതിര വേണം. മുതിര ഹൗസ് ഗ്രാം, അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. ഇറ്റ്സ് റിച്ച് ഇൻ ഫൈബർ, നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടാൻ നല്ലതാണ് മുതിര. ഓക്കെ, അത് നല്ലതാണ്. പിന്നെ ഇതെല്ലാം, അപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? നമ്മുടെ നവരരി, എള്ള്, കാഷ്യൂനട്ട്, ബദാം, റാഗി, മുതിര, പിന്നെന്താണ്, കറുത്ത എള്ള്, മുതിര ഞാൻ എഴുതി വെച്ചിരിക്കുക, റാഗി, മട്ട അവൽ, ബദാം, കപ്പലണ്ടി. ഓക്കെ, ഇത്രയും കാഷ്യൂനട്ട് ഇത്രയും. പിന്നെ ഇതിനകത്ത് കപ്പലണ്ടി ഞാൻ പറഞ്ഞായിരുന്നു. കപ്പലണ്ടി എത്ര എടുക്കേണ്ടത്? 1 കപ്പ്. ഓക്കെ, കപ്പലണ്ടി 1 കപ്പ്, 1 കപ്പ് ബദാം, മട്ട അവൽ 2.5 കപ്പ്, റാഗി 1 കപ്പ്, മറ്റേതെല്ലാം ഓരോ കപ്പ് വീതം എടുക്കണം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് നമ്മൾ പാൻ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, റോസ്റ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡയബറ്റിക്സ് ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ശർക്കര ചേർത്ത പ്രശ്നമാണ്, അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ സമയത്ത് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം, എന്നിട്ടത് ബോളാക്കി എടുക്കാം. ഓക്കെ, ശർക്കര ഉരുക്കി ഒഴിക്കുകയോ, അല്ലെങ്കിൽ ശർക്കരയുടെ ഇപ്പോൾ ജാഗറിയുടെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ജാഗറിയുടെ പൗഡറും ചേർത്ത് നല്ല ക്വാളിറ്റി
ജാഗറി പൗഡർ തന്നെ നമ്മൾ വാങ്ങിക്കണം. കല്ലും മണ്ണും ഒന്നും പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി ഒഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കി ബൗളാക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഇത് കഴിക്കാൻ ജസ്റ്റ് എന്താ പറയുക, ഇത്രയും നല്ല ഔഷധ കൂട്ടാണ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടാണിത്. അപ്പം ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇതിനകത്ത് ഫ്ലേവർ ചേർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏലക്ക ചേർക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഞാൻ പറയില്ല, നമ്മൾ ആ ഒരു ട്രഡീഷണൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഏലക്കാപ്പൊടി ചേർക്കാം, ചുക്കുപൊടി വേണമെങ്കിൽ ചേർക്കാം, കുറച്ച് ജീരകം വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ഓക്കെ, ഏലക്കാപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നീ ശർക്കരപ്പൊടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് നമുക്ക് ഒരു സ്പൂൺ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അത് എള്ളുണ്ട പോലെ ഉരുട്ടിയെടുക്കാം. പിന്നെ വേറൊരു കാര്യമാണ് പനങ്കൽക്കണ്ട് പൊടിച്ചത് വേണമെങ്കിൽ ചേർത്തിട്ട് അത് നമുക്കെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാ തിരകി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ തിരങ്ങി. നമ്മുടെ നാളികേരം നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഉരുട്ടി നമുക്ക് കഴിക്കാം. അപ്പം ഇത് നമ്മൾ ആക്ച്വലി ഈ കർക്കിടക മാസത്തിൽ നമുക്കൊരു രാവിലെയും രാത്രി നമ്മളിപ്പോൾ ഉണ്ടയായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ എള്ളുണ്ടയുടെയൊക്കെ ഒരു സൈസില്ലേ, ആ എള്ളുണ്ടയുടെ ആ സൈസിൽ ഒരെണ്ണം കഴിക്കുക, രാവിലെയും വൈകുന്നേരം. ഇങ്ങനെ നമ്മൾ ഡെയിലി കഴിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം. ഈവൻ കറുത്ത എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്ത എള്ള് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈവൻ യു ക്യാൻ ആഡ് വാൽനട്ടിൻ്റെ പൗഡർ നല്ലതാണ്. പിസ്ത വേണമെങ്കിൽ ചേർക്കാം, പിസ്ത. അപ്പോൾ നമുക്കതൊരു പ്രോട്ടീൻ റിച്ചായി, നമ്മുടെ മുടിക്കും നല്ലതാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം പ്രോട്ടീൻ റിച്ചാണ്, കാൽഷ്യം റിച്ചാണ്, അയൺ റിച്ചാണ്, സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിനും നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ലതാണ്. ഇഷ്ടമായില്ലേ ഈ കൂട്ട്? അപ്പോൾ ഞാനിത് 1-2 സാധനം കൂടെ എനിക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അത് പൊടിച്ചത് കാണിച്ചു തരാമായിരുന്നു. എനിവേ ഞാനത് ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്കും മോക്കും ഞങ്ങൾക്ക് 2 പേർക്ക് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോഡിക്ക് നമുക്ക് നമ്മുടെ മുടി പൊഴിച്ചിൽ, കാര്യം നമ്മളിപ്പോൾ ഒരു വൈറൽ ഫീവറോ ഒക്കെ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ മോളുടെ എങ്ങനെയാണ്, അവളുടെ മുടി നല്ലോണം പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം മുടി പൊഴിച്ചിൽ, സ്കിന്നിന് ഭയങ്കര ഡൾനെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഫുഡ് നല്ലതായിട്ട് ഇൻടേക്ക് ചെയ്ത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഇതുപോലത്തെ നല്ല ഒരു കൂട്ട നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി പെട്ടെന്ന് റിക്കവർ ചെയ്ത് നല്ല ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹെർബൽ ഓയിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓഗസ്റ്റിലേക്ക്. പിന്നെ നമ്മുടെ ഹെയർ ഡേ നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ കൂടുതൽ വാങ്ങി വെക്കുന്നുണ്ട്. സന്തോഷം. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമ്മുടെ പഴയ സിറ്റുവേഷൻ അല്ല, പൗഡേർഡ് ആണ് ഫോം. സോ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ആയുർവേദ പൗഡറാണ്. പിന്നെ നമ്മുടെ ഡേ ക്രീം നല്ലതായിട്ട് പോകുന്നുണ്ട്. ഡേ ക്രീമിന് ഞാനിപ്പോൾ ഒരു സീലിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. കാര്യം അത് കൊറിയർ വഴി പോകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പം അതിനകത്ത് എയർ കയറിയിട്ടൊരു ഇതുപോലെ എന്താ പറയുക, ഞാൻ പാക്ക് ചെയ്ത രീതിയിലല്ല കിട്ടിയത് 1-2 പേർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു സീലിംഗ് ഇട്ടു. അപ്പോൾ ഇപ്പം നല്ലതായിട്ട് ടൈറ്റ് സീലിംഗ് ഇട്ട് ടൈറ്റ് ചെയ്ത് അതിനകത്ത് എയർ കയറാത്ത രീതിയിൽ നല്ലതായിട്ട് ക്രീം പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡേ ക്രീം വേഗം യൂസ് ചെയ്യാം. ഡേ ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ആഫ്രിക്കൻ ഷിയ ബട്ടറാണ്. ക്രീം ബേസ് ആക്കിയിട്ടുണ്ട്. ബീജം ഓയിലുണ്ട്, കുങ്കുമപ്പൂവുണ്ട്, നമ്മുടെ ബീജം ഉണ്ട്, ബദാം ഓയിലുണ്ട്, ചന്ദനമുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി റോസ് ഹിപ്പ് ഉണ്ട്. അപ്പം ഇത്രയും എന്താ പറയുക, അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അടിപൊളി ഡേ ക്രീമാണ്. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, ചേച്ചി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഡേ ക്രീമിൽ. സോ ഐ എം വെരി ഹാപ്പി. ഇനിയും ഞാൻ നൈറ്റ് ക്രീമും ആ ഒരു ക്രീം ബേസിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതും ഒത്തിരി നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഫേസ് പാക്ക് വരും ദിവസങ്ങളിൽ ഞാൻ കാണിക്കാൻ നോക്കട്ടെ, എൻ്റെ സമയം എങ്ങനെയാണെന്ന്. നല്ലൊരു പാക്ക്
പാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വിത്ത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദാറ്റ്. പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം. നമ്മുടെ കൊറിയർ DTDC ഞാൻ മാറ്റി, ഇപ്പോൾ വേറൊരു സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് കൺവീനിയൻ്റ് ആയിരിക്കും. എനിക്കും അത് കൺവീനിയൻ്റ് ആണ്. ഓക്കെ, അവർ വന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അതും ചാർജും ഇതുപോലെ DTDCയിൽ പോലെ ചാർജും അത്രയും വരുന്നില്ല. അത് 50 റുപ്പീസേ വരുന്നുള്ളൂ. പുറത്തേക്ക് ഇറ്റ്സ് ഓൾ സെയിം ലൈക്ക് പ്രൊഫഷണൽ കൊറിയർ 100 റുപ്പീസാണ്. സോ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ്. അപ്പം ഞാനൊരു ആ ഫേസ് പാക്ക് വരും ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ഇടാം. ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. മാഡത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും പുതിയ നല്ല കണ്ടൻറ്റും ഒക്കെ ആയിട്ട് വീഡിയോകൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചോദിക്കുന്ന മാതിരി ഒത്തിരി പേര് എനിക്ക് പല മെസ്സേജസ് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്. സിറത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സോ വൈൻഡപ്പ് ചെയ്യാം. മേ ഗോഡ് ബ്ലെസ് യു. ഇത്രയേ ഉള്ളൂ. സോ ഐ വിൽ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ, അനദർ ന്യൂ കണ്ടന്റ്. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.